10ാം ക്ലാസ് ആണ്, +1 ആണ്, ഇത് ടേണിംഗ് പോയിന്റ് ആണെന്നൊക്കെ ഉള്ളത്. നമ്മുടെ റാങ്ക് വാങ്ങിച്ചത് കൊണ്ടോ മാർക്ക് വാങ്ങിച്ചത് കൊണ്ടോ മാത്രമായില്ല, അതിൻ്റെ കൂടെ നമ്മുടെ സ്കില്ലുകളും കൂടെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചിന്താശേഷി ഡെവലപ്പ് ചെയ്യണം. സ്കൂളിൽ പോകണ്ടെന്നൊരു കുട്ടി നാളെ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്, പേരൻസ് സ്കൂളിൽ വിടാതിരിക്കും. ഹായ്, ഞാൻ അനന്തു. സ്റ്റെപ്പ് ടു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പേരൻസിനും അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കമോ, സ്റ്റെപ്പ് ടു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് കൊണ്ട് എന്താണ് ശരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ സ്കൂൾ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എപ്പോഴും വളരെ ലോ മാർക്ക് വാങ്ങിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു 200ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈ 200 സ്റ്റുഡൻസിൽ എപ്പോഴും ഏറ്റവും ലാസ്റ്റായിരുന്നു ആ കുട്ടി. അപ്പോൾ 10th +2 ഒക്കെ കഴിഞ്ഞു പോയി, വളരെ ലോ മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഞാൻ ഈ കുട്ടിയെ കാണുമ്പോൾ ഹൈ സാലറിയിൽ ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ പുള്ളി ജോലി ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇൻസ്പയർ ആയിപ്പോയി. എന്നാൽ പല ആളുകളും വലിയ രീതിയിൽ അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെച്ച പല ആളുകളും പിൽക്കാലത്ത് ഒരു ചെറിയ കമ്പനികളിൽ ഒതുങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. അതിനർത്ഥം അക്കാഡമിക് പെർഫോമൻസ് നമുക്ക് വേണ്ടാന്നുള്ളതല്ല, പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് സ്കില്ലുകളും അതുപോലെ തന്നെ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും ഇതുപോലുള്ള കഴിവുകൾ കൂടുതലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്കിനിയുള്ള ഈ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് കൊടുക്കാനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ടു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ എലോൺ മസ്കിനെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് നിങ്ങളെങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഹയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സ്ഥിരം കുറച്ച് ചോദ്യങ്ങളാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് ഇവരേത് ജീവിത വഴികൾ എങ്ങനെയായിരുന്നു, ഇവർ കടന്നു വന്ന ജീവിത വഴികൾ ചോദിക്കുന്നുണ്ട്, ഇവരുടെ ജീവിത അനുഭവങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് ഇവരെങ്ങനെ സോൾവ് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇവരുടെ അക്കാഡമിക് പെർഫോമൻസോ അല്ലെങ്കിൽ ഇവരെത്ര മാർക്ക് വാങ്ങിയെന്നോ എന്നുള്ളതല്ല നോക്കുന്നത്. അപ്പം നമുക്കറിയാം, മുമ്പ് ഒരു വീഡിയോ കോൺഫറൻസിൽ വന്നിരുന്ന 500 പേരെ ഒന്നിച്ച് ഫയർ ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ദീർഘവീക്ഷണം ഉണ്ടാകും. അപ്പം വെറും നമ്മുടെ റാങ്ക് വാങ്ങിച്ചത് കൊണ്ടോ മാർക്ക് വാങ്ങിച്ചത് കൊണ്ടോ മാത്രമായില്ല, അതിൻ്റെ കൂടെ നമ്മുടെ സ്കില്ലുകളും കൂടെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചിന്താശേഷി ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, റീസണിങ്, ഇതുപോലുള്ള സംഭവങ്ങളും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ എക്സ്ക്ലൂസീവ് കണ്ടൻ്റാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ കോഴ്സിൽ നമ്മൾ AI ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്, പിന്നെ ഡിസൈൻ തിങ്കിങ് ഉണ്ട്, പിന്നെ സ്റ്റെം എഡ്യൂക്കേഷൻ, അറിയാമല്ലോ സ്റ്റെം എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി, വളരെ അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു സമയത്ത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചർ ടെക്നോളജീസിനെ പറ്റി എല്ലാം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാത്തിൻ്റെ ഒരു ബേസ് കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ, അവർ മുന്നോട്ട് നാളെ എന്ത് വേണമെങ്കിലും അവർ പിന്നെ ചൂസ് ചെയ്തോട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സാറേ, ഇന്നത്തെ കാലത്ത് AI ആൻഡ് റോബോട്ടിക്സ് പഠിക്കുന്നതിൻ്റെ ഒരു അത്യാവശ്യകത എത്രത്തോളം ഉണ്ട്? AI ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഇവിടെ ഉള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. അപ്പം കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ റീസണിങ്, ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള സ്കില്ലുകൾ നമുക്ക് ഈ കുട്ടികളിൽ ഡെവലപ്പാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും ഈ ഒരു മേഖലയിൽ നാളെ ഇവന് റോബോട്ടിക് എഞ്ചിനീയർ ആവണോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു എഞ്ചിനീയർ ആവണമെന്നോ ആ മേഖലയോ പ്രവർത്തിക്കണമെന്നല്ല പറയുന്നത്. മാത്രമല്ല, ഇന്നത്തെ പല കാര്യങ്ങളും ഇപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ആ ജോലി ചെയ്യാനായിട്ട് ഇപ്പോൾ AI കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പം ഇവർ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സല്ല. അത് അവന് വേണമെന്നുണ്ടെങ്കിൽ അവരത് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ ടെക്നോളജിയുടെയും ബേസ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു. ഇവരെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരൊരു ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും അവർ പഠിക്കട്ടെ, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ അവർക്ക് എന്താവണമെന്നുള്ള കാര്യം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേട്ടു. പലർക്കും ഇപ്പോഴും അതെന്താണെന്ന് കൃത്യമായൊരു വ്യക്തതയില്ല. അതൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമെറ്റിക്സ് എന്നുള്ളതാണ് സ്റ്റെമ്മിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മളിതിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതിനെയെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റെം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്താലും അത് സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഇനി പുതിയൊരു ഇൻവെൻഷൻ വരണമെങ്കിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇൻവെൻഷൻസ് ആണെങ്കിലും എല്ലാത്തിലും സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും ഓൾറെഡി വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല അവർക്കിടയിൽ ഇത് വലിയൊരു സ്വീകാര്യതയാണ് ശരിക്കും പറഞ്ഞാലുള്ളത്. അതാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ടു ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ കോഴ്സിൽ സ്റ്റെം എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി അത്രത്തോളം സീരിയസ് ആയിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണോ? ഈ ഇടയ്ക്ക് നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്നു. അതായത് ഒരു 4-5 പേരെ, ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെ ഒരു 4-5 പേരെ കൊന്നതായിട്ട്. അപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെയാണ് കൊല ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യത കൊണ്ടാണെന്നാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല റെഗുലറായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല നമ്മുടെ കേസ് തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 15-ാം തീയതി കഴിയുമ്പോൾ സാലറി കഴിഞ്ഞു, പിന്നെ അടുത്ത 15-ാം തീയതിക്ക് നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത്? നമുക്കിത് അറിയാഞ്ഞിട്ടാണോ? നമുക്കറിയാം ഈ കാര്യങ്ങൾ, പക്ഷേ നമ്മൾ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്കില്ല് ചെറുപ്പത്തിലേ തന്നെ, ഈ ഒരു ശീലം നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കുകയാണ്. അത് നമ്മുടെ ബഡ്ജറ്റിംഗ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആയാലും സേവിങ്സ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ കുട്ടികൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നാളെ എത്താനായിട്ട് സാധിക്കും. മാത്രമല്ല ഇന്ന് നമുക്ക് യൂട്യൂബ് നോക്കിയാൽ അറിയാം, ചെറിയ കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ടു ഫ്യൂച്ചറിൽ ഈ ഒരു കോഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാറേ, ഞാൻ പല പേരൻസിനടുത്ത് സംസാരിച്ച സമയത്തും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരും മിക്കവരും കുട്ടികൾക്കൊരു കുടിക്കയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് സേവിങ്സിനുള്ള ഒരു ഓപ്ഷൻസ് അവരൊരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു പ്രായത്തിൽ അതിൻ്റെ ഒരു ആവശ്യം മാത്രമല്ലേ വരുന്നുള്ളൂ. സേവിങ്സ് നല്ലത് തന്നെയാണ്, പക്ഷേ അവരെ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്, ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. അറിയാമല്ലോ, നമ്മുടെ ഇന്നത്തെ പണത്തിൻ്റെ മൂല്യമല്ല ഒരു 2 വർഷം കഴിയുമ്പോഴുള്ള പണത്തിൻ്റെ മൂല്യം. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ അവരെ നമ്മൾ പ്രാപ്തരാക്കുക. ഇനി വലിയ രീതിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ സെൽഫായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു ബുക്ക് വാങ്ങാനോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ നമുക്കവരെ ഈ പണം കൊണ്ട് സഹായിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോഴ്സ് പോലെ ഈ കോഴ്സിലേക്ക് അവർ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണത്. അങ്ങനെ നമുക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. സാറേ, ഞാനൊരു പേഴ്സണൽ ഡൗട്ട് ചോദിക്കട്ടെ. അപ്പം എനിക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ നിന്ന് 1 രൂപ പോലും മാറ്റി വയ്ക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റാറില്ല മിക്കപ്പോഴും. അപ്പം അതിനുള്ളൊരു എളുപ്പ വഴി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, പല വഴികളുണ്ട് അതിന്. എനിക്ക് തോന്നുന്നു അനന്തന് സൂട്ടാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. 50-30-20 റൂൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ 50% നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. അതായത് നമ്മുടെ നീഡ്സിനായിട്ട് മാറ്റി വെക്കുക. അതായത് നമ്മുടെ ഡെയിലി എക്സ്പെൻസുകളും കാര്യങ്ങൾക്കുമായിട്ട് മാറ്റി വെക്കുക. ബാക്കി 30% നമ്മുടെ ആഗ്രഹങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക. അതായത് നമുക്കൊരു സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു വെളിയിൽ പോയി ഭക്ഷണം കഴിക്കണം, അതിനായിട്ട് മാറ്റി വെക്കുക. ബാക്കിയുള്ള 20% കൃത്യമായി സേവ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് സേവിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എമർജൻസി ആയിട്ട് ആവശ്യം വരുന്നൊരു ഫണ്ടായിട്ട് കുറച്ച് മാറ്റി വെക്കുക. ബാക്കി പൈസ നമുക്ക് SIP എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എൻ്റർപ്രണർഷിപ്പ് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിയ ഒരു ടോപ്പിക്കാണത്. അപ്പോൾ ശരിക്കും നമ്മുടെ കുട്ടികൾ ഒരു ബിസിനസ്മാനായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്മാൻ ആക്കിയെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ഉദ്ദേശം. പക്ഷേ ബിസിനസ്മാന് ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസ് ചെറുപ്പത്തിലെ ഈ കുട്ടികൾക്ക് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് വേണം. സമൂഹമായിട്ട് നന്നായിട്ട് ഇടപെടാൻ പറ്റണം. അത് കണക്ക് സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റണം. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നും അല്ല. ഒരുപാട് ചിന്തിക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും കഴിവുകൾ ആവശ്യമുള്ള ഒരു
കാര്യമാണ് ബിസിനസ് മാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാന് വേണ്ട ക്വാളിറ്റീസ് ചെറുപ്പത്തിലേ നമ്മളെ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലൂടെ ഈ കുട്ടികൾ നല്ല രീതിയിൽ അവർ പോകുന്ന ഏത് മേഖലയിലും അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ബിസിനസ് മാന് നന്നായിട്ട് അവൻ ഗ്രൂം ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡെവലപ്പ് ആവേണ്ടതുണ്ട്. അത് ചെറുപ്പത്തിലേ ഈ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ ഇന്ന് നമുക്കിടയിലുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ധാരാളം വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അവർ. അപ്പം നമ്മുടെ ഒരു വരുമാനത്തിൽ നമ്മുടെ മക്കളും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മാത്രമല്ല ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 25 വയസ്സാകുമ്പോൾ അവർ മാക്സിമം അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് മാക്സിമം വെൽത്ത് ഉണ്ടാക്കി അവരുടെ ലൈഫ് ലോങ് അവർ സെറ്റിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതൊക്കെയാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് കൊണ്ട് നമുക്ക് ഉള്ളൊരു നേട്ടം. സാറേ, നമ്മുടെ കോഴ്സിൽ ഡിസൈൻ തിങ്കിങ് ആൻഡ് ഇൻ്റലിജൻസ് പ്രാക്ടീസസ് ഒന്ന് കണ്ടായിരുന്നു. എന്താണ് അത് ശരിക്കും? ഒന്ന് ക്ലിയർ ആക്കി തരാം. ഡിസൈൻ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പേന നമ്മളിത് ഉണ്ടാവുന്നതിന് മുന്നേ ഒരാളുടെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു വസ്തു. അപ്പോൾ അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഒരു സേഫ്റ്റി പിൻ മുതൽ ഒരു എയ്റോപ്ലെയിൻ വരെ ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിലുദിച്ച അല്ലെങ്കിൽ ആ ചിന്തയിൽ വന്ന ഡിസൈൻ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പല പല കാര്യങ്ങളും പുതിയതായിട്ട് ഇന്നോവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഇൻ്റലിജൻസ് പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഒരു IQ ഡെവലപ്മെൻ്റ് ആണോ ശരിക്കും? അല്ല, ഇൻ്റലിജൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനുള്ള പല രീതിയിലുള്ള ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കാനുള്ള പല പ്രാക്ടീസുകളും നമ്മളത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ IQ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസ് മാത്രമാണ്. IQ കൊണ്ട് മാത്രം ശരിക്കും നമുക്ക് പൂർണ്ണമായി ഒരാളുടെ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഐൻസ്റ്റീൻ്റെ സമയത്ത് അയാളെക്കാട്ടിയും IQ ഉള്ള ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ലാസ്റ്റ് അയാൾ മരണപ്പെട്ടത് ഒരു ഫാക്ടറി ജീവനക്കാരനായിട്ടാണ്. അപ്പോൾ IQ മാത്രം പോരാ, IQൻ്റെ കൂടെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം. അത് കണക്ക് തന്നെ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരിക്കും ഒരാൾ പ്രോപ്പറായിട്ട് ഇൻ്റലിജൻ്റ് ആവുന്നത്. ഞാൻ പേരൻസിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് മിക്കവർക്കുള്ളൊരു ഡൗട്ടായിരുന്നു, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കോഴ്സസ് കാര്യങ്ങളൊക്കെ അവരിലോട്ട് എത്തിക്കേണ്ട കാര്യമുണ്ടോയെന്നും. അവരുടെ അടുത്ത് എന്താണ് പറയുന്നത്? അനന്തന് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ഏറ്റവും ചെറിയ കുട്ടികളാണ്. മനസ്സിലായി. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ത്രിലോകം എന്തുവാണ് ആ കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ 2ാമത്തെ ദിവസം നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞായിരുന്നു, അത് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു 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 മൈക്രോ ബിറ്റിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വരാൻ പറഞ്ഞിരുന്നു. ഈ കുട്ടി ഒരു അത്ഭുതപ്പെടുന്ന ഒരു ഐഡിയ ആയിട്ട് വന്നു. അതായത് ഒരു അലാം, വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു അലാം അടിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, അത് ചെയ്യാനുള്ള ഐഡിയയും അതിൻ്റെ കോൺസെപ്റ്റും കൃത്യമായി കുട്ടി പറഞ്ഞ് നമുക്ക് തന്നു. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ അതിനെല്ലാം കേപ്പബിളാണ്. നമ്മളാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഇതിനുള്ള കഴിവില്ല, അവരെ കൊണ്ട് കേപ്പബിൾ അല്ല എന്നുള്ളത് നമ്മളാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം മാറണം. ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ മക്കളും ഇതുപോലെ തന്നെയാണ്. അവർ നാളെ ചെറുപ്പത്തിലേ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളവരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഇവർ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകളായിട്ടായിരിക്കും മാറുന്നത്. ചെറുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് നന്നായിട്ട് ഇവർക്ക് ഉൾക്കൊള്ളാനും അവരൊരു ഓപ്പണായിരിക്കും. വലിയ ആളുകളെ കണക്കായിരിക്കില്ല, കുറച്ചുകൂടെ ഓപ്പണായിരിക്കും. അപ്പം ഈസി ആയിട്ട് ഇവർക്കെല്ലാം ഇത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പേരൻറ്റിനെ സമീപിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മോന് ഈ വക കാര്യത്തിലൊന്നും യാതൊരു കഴിവുമില്ല, അല്ലാതെ പൈസയുടെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമല്ല, താല്പര്യമുണ്ട്, പക്ഷേ കുട്ടികൾക്ക് കഴിവില്ലാഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് പറയാൻ? ആരാണ് അനന്ത ഈ കഴിവ് നിശ്ചയിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഈ കുട്ടികളുടെ കഴിവ് എന്താണെന്നുള്ള കാര്യം. ഇതേ ഇൻസിഡൻറ്റ് എനിക്ക് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഫാമിലിയിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി +2 കഴിഞ്ഞു, തിരക്കേടില്ലാത്ത മാർക്ക് അവൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അടുത്ത എന്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ കോഴ്സാണ് പറഞ്ഞു, ഒരു നോർമലി ഒരു സാധാ ഒരു കോഴ്സാണ് പറഞ്ഞു. അവന് കുറച്ചും കൂടെ ഉയർന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ഗ്രാൻഡ് പാരൻറ്റ് പറഞ്ഞൊരു മറുപടി, ഇവന് അതിനുള്ള കഴിവൊന്നുമില്ല, ഇവന് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നുമില്ല. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ ഒരു മുഖം കാണുമായിരുന്നു, ഒരു വളരെ ഒരു ഡെസ്പായ ഒരു അവസ്ഥയായിരുന്നു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് കേൾക്കുന്ന ആ ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അവൻ നാളെ അവൻ തന്നെ അവനെ ലിമിറ്റ് ചെയ്യും.
എനിക്കൊരു കഴിവില്ലെന്ന്. അവന് നാളെ എവിടെയെങ്കിലും എത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ എന്ത് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്ത് മിസ്റ്റേക്കുകളും അവരുടെ ചെറുപ്പത്തിൽ അവരുടെ പേരൻസിൻ്റെ നിന്നോ മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നോ ഉണ്ടായ ട്രോമാസ് മൂലമാണ്. അപ്പോൾ ശരിക്കും പേരൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? ഒരു 90% പേരൻറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് തന്നെയാണ്. 1-2 ഇൻസിഡൻറ്റ് പറയുമ്പോൾ അത് വ്യക്തമാവും. അതായത് നമ്മൾ ചെറുപ്പത്തിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കുഞ്ഞിനോട് പറയും, എനിക്കിനി മോനെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് വേറെ വാവയെ കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അസൂയ എന്ന് പറയുന്ന ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവം ആദ്യമായി ആ കുട്ടിയിലേക്ക് ഉടലെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടി എവിടെയെങ്കിലും പോയി ഒന്ന് തട്ടിയാലോ ഒന്ന് ഇടിച്ചാലോ കുട്ടി കരയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു തട്ടിയ വസ്തുവിനെ പോയി നമ്മൾ അടിച്ചിട്ട് പറയും പോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ അടിക്കും. അത് ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന നാളെ ഇവൻ എന്ത് തെറ്റ് ചെയ്താലും മറ്റുള്ള ഒരാളുടെ തലയിലേക്ക് കൊണ്ടുവെക്കുക എന്നുള്ളൊരു ശീലമായിരിക്കും ഇവനുണ്ടായി വരിക. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമ്മൾ കള്ളി എന്നൊക്കെ കുട്ടികളെ വിളിക്കും. അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ കള്ളനാവുന്നതും കള്ളിയാവുന്നതും ഒരു നോർമൽ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധയോടുകൂടിയുള്ള പേരൻറ്റിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾ വഴിതെറ്റി തന്നെ പോകും. സാറേ, അപ്പം മിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ അവരുടെ പേരൻസിനും അവരൊരു ട്രോമ ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഐഡിയ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? അതെ, അനന്തം പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പോൾ പല കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ പേരൻസിനോ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അവരെപ്പോഴും ഇപ്പോൾ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മക്കളെ കുറ്റം പറയുക എന്നുള്ളൊരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മുടെ ഇവിടേക്ക് വരുന്നത് നമ്മൾ മുന്നേ തന്നെ കൃത്യമായിട്ട് ഇവിടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ആദ്യം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു വിദഗ്ധനായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റിൻ്റെ കൗൺസിലിങ്ങിലൂടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഇവന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി ടെക്നിക്കുകളും അല്ലെങ്കിൽ അത് ബ്രെയിൻ റീവയറിംഗ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല പേരൻസ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണിത്. നമ്മളാക്കിയത് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പത്തിലുള്ള പല കാര്യങ്ങളും സാഹചര്യങ്ങളുമാണ്. ഒരാൾ മോശം അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു തെറ്റല്ല, ചിലപ്പോൾ അയാളുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ട് ചെറുപ്പത്തിൽ. ആ ഒരു സ്റ്റേജിൽ വന്ന് പല ട്രോമാസും അല്ലെങ്കിൽ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതൊക്കെയാണ് ഇതിന് കാരണം. നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ആളുകൾ പല ബുദ്ധിമുട്ടുള്ള, ചിലപ്പോൾ ഈ സെക്ഷലി തന്നെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. പക്ഷെ അവർക്കൊക്കെ ഒരു ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ ആവാം അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കുറ്റം പറയുന്നതിന് പകരം അവരെയൊക്കെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ അത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ട് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. സാറേ, ഞാൻ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, 10ാം ക്ലാസ്സാണ്, +1 ആണ്, ഇത് ടേണിംഗ് പോയിൻ്റ് ആണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി ഇപ്പം അവരുടെ ഒരു പേരൻസിന് ഇങ്ങനത്തെ ഒരു കോഴ്സിനോട്ട് വിടാൻ പൊതുവേ ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പം അവരുടെ അടുത്തായിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? അത് ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ, ശരിക്കും പറഞ്ഞാൽ ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ അവർ കുറച്ച് വൈകിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. എന്നാലും കുഴപ്പമില്ല, കിട്ടുന്ന സമയത്ത് അവർ മാക്സിമം ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ അവൻ്റെ കാര്യങ്ങളെല്ലാം പ്രോപ്പർ അലൈൻമെൻറ്റിൽ വരുമ്പോൾ അവൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ അവൻ പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആവുന്നു. അവൻ്റെ അക്കാഡമിക് പെർഫോമൻസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്തതേ ഉള്ളൂ. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എന്ത് +2 ആണെന്നുണ്ടെങ്കിലും കുട്ടികൾ കുറേ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അവർ കരിയറിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് അടുത്തത് നെക്സ്റ്റ്, ഇപ്പോൾ +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ നെക്സ്റ്റ് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. മിക്ക ആളുകൾക്കും അതിന് ഒരു ധാരണയില്ല. പക്ഷെ നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അവർക്ക് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് ഏത് മേഖലയിൽ പോകണമെന്നുള്ളതിനൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല അവരെ നമുക്ക് സഹായിക്കാനും പറ്റും. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പോയതിന് ശേഷമാണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് അവർക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഡെയിലി ഒരാൾ 1% അയാൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് 37% അയാൾക്ക്
ഇമ്പ്രൂവ് ആവാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കിട്ടുന്നത് ഒരു വർഷമാണെങ്കിൽ പോലും, ഇപ്പോൾ +2 തുടക്കത്തിലാണെങ്കിൽ പോലും ആ ഒരു വർഷം കൊണ്ട് ആ കുട്ടിക്ക് 37% ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പെർ ഡേ 1%. അതായത് ഇന്ന് നമ്മൾ 2 സെൻറ്റൻസ് ഒരു ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു 3 സെൻറ്റൻസ്, മറ്റന്നാൾ അതൊരു 4 സെൻറ്റൻസ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ചെറിയ 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 മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ നമ്മുടെ പേരൻസ് കുട്ടികളെ നിർബന്ധിച്ച് ഓരോ കാര്യത്തിനൊക്കെ വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു പേരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഒരു എഫേർട്ട് ഇടുന്നുള്ളൂ. അപ്പം മിക്ക പേരൻസും പറയുന്നൊരു കാര്യമാണ് അവരുടെ കുട്ടികൾക്ക് ഇനി ഈ വക കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളത്. ശരിക്കും അവർ ആ ചിന്തിക്കുന്നത് ശരിയാണോ? അനന്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ സ്കൂളിൽ പോകണ്ടാന്നൊരു കുട്ടി നാളെ പറയുവാണ് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്, പേരൻസ് സ്കൂളിൽ വിടാതിരിക്കും? ഇല്ല, കാരണം അവർക്കറിയാം എന്തുകൊണ്ട് സ്കൂളിൽ പോകണം എന്നുള്ള കാര്യം. അതുകൊണ്ട് അവർ നിർബന്ധിച്ചിട്ടായാലും എന്ത് ചെയ്തിട്ടായാലും ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. അതുപോലെ ചെറിയ കുട്ടികളല്ല അവർക്ക് ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഈ ഒരു സംസാരം തന്നെ നമ്മൾ പേരൻസിനോടാണ് സംസാരിക്കുന്നത്. പേരൻസ് ഇത് കൃത്യമായി മനസ്സിലാക്കി അവരുടെ മക്കൾക്ക് ഇന്ന രീതിയിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മക്കളെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ വിടട്ടെ, ഇത് മനസ്സിലായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഓഫ്ലൈൻ്റെ കാര്യം പൊതുവെ എല്ലാവർക്കും അറിയാം. ഓൺലൈൻ ഇതെങ്ങനെയാണ് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഓഫ്ലൈൻ പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഓൺലൈനും കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് നമ്മുടെ കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോ കോസ്റ്റ് ആയിട്ടുള്ള കിറ്റുകൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു ഹാൻഡ്സ് ഓൺ ലേണിംഗ് സാധ്യമാകും. അല്ല, സിമുലേറ്ററൊക്കെ ഉണ്ട്, എന്നാൽ പോലും പ്രോപ്പറായിട്ട് അവർക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കിറ്റ് വേണ്ടി വരും. പിന്നെ നമുക്ക് ഓൺലൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉണ്ടാവും. പിന്നെ ലൈവ് ക്ലാസ്സുകളാണ്. പിന്നെ ഒരു ക്ലാസ് മിസ് ഔട്ട് ആയാൽ പോലും നമ്മുടെ ആപ്പിൽ, ഡ്രീം ക്യാച്ചർ ആപ്പിനകത്ത് ഈ റെക്കോർഡഡ് സെഷൻസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല 100% ഗ്യാരണ്ടിയാണ് ഓൺലൈൻ സെഷൻസ് പ്രോപ്പറായിട്ട് തന്നെ ആയിരിക്കും കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 100% നമ്മൾ ഗ്യാരണ്ടി തരും. സാർ, അപ്പം ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഓർത്ത് ചോദിക്കുന്നതാണ്. സാറൊരു ഡോക്ടറാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിലോട്ട് കടന്നു? ഇത് ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആ ഒരു മേഖല നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഇത് തിരഞ്ഞെടുത്തോന്ന്. അനന്ത, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പകാലത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് കണക്ക് പല പല ബുദ്ധിമുട്ടുകളും ഇതുപോലെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിലുള്ള പ്രോപ്പറായിട്ട് അവസരങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള ഒന്നും ഒരു ഗൈഡൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് അന്ന് കിട്ടിയിരുന്നില്ല. ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന, നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു കോഴ്സ് അന്ന് എനിക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. ഈ പരാജയങ്ങൾ എന്നും സംഭവിക്കില്ല എന്നല്ല, കുറേയൊക്കെ എനിക്ക് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇനിയുള്ള ഒരു തലമുറയ്ക്ക് വരരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനൊരു ഇത് നമ്മൾ ആലോചിച്ചത്. മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പോരായ്മകളുണ്ട്. അത് ആരുടെയും തെറ്റൊന്നുമല്ല, പക്ഷേ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നല്ല സ്കിൽ ഉള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ഈ ഒരു മേഖലയിലോട്ട് ഞങ്ങൾ വന്നത്. അല്ല, ഇതൊരു പ്രോഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് തുടങ്ങിയതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു മേഖലയിലോട്ട് ഞാൻ വന്നത്.